സുരേഷാണ് ഇനിയിപ്പോ വർത്താനം പറഞ്ഞിട്ട് പോവില്ല മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാനായിട്ട്. വീട്ടിൽ വന്നാലേ വാലൂർ കലാണ്ടൊക്കെ ചെയ്യണേ. സുരേഷോ? എന്താ സുരേഷ്? ഒന്നുമില്ലടി, ഞാൻ ചുമ്മാ നടക്കാൻ ഇറങ്ങിയത്. അല്ല നിനക്ക് നോക്കായിരുന്നു. ഓഫായതുകൊണ്ടാണല്ലോ ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഇതെന്നെ ഈ പിച്ചാത്തിയായിട്ട് എന്നെ കൊല്ലുവോ? അതെനിക്ക് അടുക്കളയിൽ ഇച്ചിരി പണി ഉണ്ടായിരുന്നു. ഇതെന്റെ ഹസ്ബൻഡാണ്. അപ്പൊ സുരേഷ് പോവല്ലേ? എനിക്ക് അടുക്കളയിൽ ഇച്ചിരി പണിയുണ്ടായിരുന്നു. അയ്യോ നീ നോക്കോ, ഞങ്ങൾ വല്ല നാട്ടുവർത്താനം പറഞ്ഞിരിക്കട്ടെ. ഉച്ചക്ക് ഊണിന് ഞാൻ കാണുന്നുണ്ടോ? സുരേഷ് എന്നെ ഇവിടെ എല്ലാം വലിയ കാര്യമാണ്. ഏത് വീട്ടിൽ ചെന്നാലും എന്തെങ്കിലും തരാതെ അവര് ആരും വിടത്തില്ല. നാട്ടിലെവിടെ? ഞാൻ കൊച്ചി. കൊച്ചി? എവിടെ നാട്ടില്? കോട്ടയം. ഓ കോട്ടയം എനിക്കറിയാം. ആണല്ലേ? അല്ല എന്നാ വന്നേ? ഞാൻ ഇന്നലെ രാത്രി എത്തി. എങ്ങനെയുണ്ട് അയർലൻഡ്? വന്നല്ലേ ഉള്ളൂ, പുറത്തേക്ക് ഒന്ന് ഇറങ്ങണം, ഇറങ്ങിയിട്ടില്ല ഇതുവരെ. ജോലിയൊന്നും നോക്കിയില്ല ഇതുവരെ? എന്റെ പൊന്ന് സുരേഷ്, ഞാൻ ഇന്നലെ രാത്രി ഇവിടെ എത്തിയിട്ടല്ലേ ഉള്ളൂ. അയ്യോ പതുക്കെ മതി. അല്ല ഞാൻ പറഞ്ഞതന്നെ ഉള്ളൂ, ഇവിടെ രണ്ടുപേർക്ക് ജോലിയില്ല, ഒരു കാര്യവും നടക്കത്തില്ല. മനസ്സിലായോ? ഓ ശരി, നോക്കണം, വന്നാലല്ലോ സമയമുണ്ടല്ലോ. ഒന്നാമത് ഈ രാത്രി തന്നെ എത്തിയോണ്ട് ഉറക്കവും ശരിയായിട്ടില്ല. അപ്പൊ വണ്ടി എടുത്തില്ലല്ലേ? പൊന്നു സുരേഷ്, ഞാൻ ഇന്നലെ രാത്രി എത്തിയുള്ളൂ, നാളെ ഞാൻ പോയി എടുത്താൽ മതിയാവും. അയ്യോ അത് മതി. ഞാൻ പറഞ്ഞതുള്ളൂ കേട്ടോ. അപ്പൊ നിങ്ങൾ വീട് മേടിക്കാൻ പ്ലാനൊന്നും ഇല്ലേ? എന്റെ പൊന്നു സുരേഷ്, ഞാൻ ഇവിടെ വന്നിട്ട് എൻ്റെ വയറ്റീന്ന് മര്യാദയ്ക്ക് പോയിട്ടില്ല. ഞാൻ അതിനിടയ്ക്ക് ഞാൻ വീട് പഠിക്കാൻ പോവാണോ? കഷ്ടമുണ്ട് സഹോദര. അയ്യോ ഞാനത് തന്നെ പറഞ്ഞല്ലോ കേട്ടോ. ഇവിടെ വീടില്ലെങ്കിൽ ഒരു കാര്യം നടക്കത്തില്ല. പിന്നെ അല്ല നാട്ടിൽ എന്നാണ് പണി? ഞാൻ ചോദിച്ചാൽ കേട്ടില്ലല്ലേ? നാട്ടിൽ എന്നായിരുന്നു പണിയത്? നാട്ടിലേക്ക് വണ്ടി കച്ചവടം വെട്ടിക്കച്ചവടം. അപ്പൊ ചുരുക്കി പറഞ്ഞ പെണ്ണുമ്പിള്ളയുടെ ചെലവിൽ സുഖിച്ച് കഴിയായിരുന്നല്ലേ? അതെ, ഞാൻ പോയിട്ടേ ജ്യൂസ് എന്തായാലും സ്നേഹം കൊണ്ടടിച്ചായിരിക്കും. ഇടിച്ചെന്ന് ഞാൻ ശരിയാക്കും. ഞാൻ കുറെ നേരം കൊണ്ട് കൊണ പന്നിയെ ഞാനുണ്ടല്ലോ, ഇനി മര്യാദയ്ക്ക് പറഞ്ഞോട്ടെ കേട്ടോ. ആ പന്നി നീ പറഞ്ഞോട്ടെ. അവൻ ഇവിടെ വന്ന് കയറി കഴിഞ്ഞപ്പോ എടി പോടിന് നിന്നെ വിളിച്ച സമയം മുതൽ എനിക്ക് പൊളിഞ്ഞേക്കണം. ആ പന്നിയോട് പറഞ്ഞോട്ടെ. നിങ്ങളോട് ഞാൻ അപ്പഴേ പറഞ്ഞില്ല, അത് വാ പോയ ഒരു കോടാലിയാണ്, അതിനെ വിട്ടേക്ക്. അവൻ എന്ത് വാ പോയ കോടാലിയാണോ കാലില്ലാത്ത കോടാലിയാണോ എന്ന് എനിക്ക് അറിയേണ്ട കാര്യമില്ല. ഈ മാത്തോയി ഇവിടെ കളിക്കണമെങ്കിൽ അവനെ പറഞ്ഞോട്ടോ. നിങ്ങൾ ഇതിൽ കൂടെ കേട്ടിട്ട് കളഞ്ഞാൽ മതി. അവൻ എന്റെ അടുത്ത് ഇന്നലെ വന്ന് എന്റെ അടുത്ത് ഒന്ന് ആദ്യം ചോദിച്ചെന്ന് അറിയുമോ? വീടുണ്ടോ, കാറുണ്ടോ, എന്റെ വായിന് വേറെ വല്ലതും പറയിപ്പിക്കരുത്. നാട്ടിലെ സ്വഭാവം ഞാൻ കാണിച്ചു കൊടുത്തിട്ട്, എന്നിട്ട് അവനെ വീടാണോ അവന്റെ കാറാണോ അവന്റെ എന്താ ഉള്ളത് ഞാൻ കാണിച്ചു കൊടുക്കുന്നത്. നീ മര്യാദയ്ക്ക് അവനെ പറഞ്ഞോട്ടോ. ഇനി ഞാൻ അവിടെ ചെന്നിട്ട് അവൻ എന്നോട് എന്തെങ്കിലും പറഞ്ഞാ നീ ഇത് സത്യമായിട്ട് ഞാൻ പറയാൻ പന്നി ഇടിച്ച കൂമ്പിയാൻ കളിക്കുന്ന ഇത് അരിക്കൂല കളിക്കണം അവിടെ. നീ നോക്കിക്കോ. നീ
എന്റെ ഈശ്വര, ഇനി ഇവിടെ എന്തൊക്കെയാണോ സംഭവിക്കാൻ പോകുന്നത്? കല്യാണം കഴിഞ്ഞിട്ട് എത്ര ആണ്? 13 വർഷത്തിലാണ്. 13 വർഷമാണ്. പിള്ളേരൊന്നും ആയില്ല ഇതിലല്ലേ? എനിക്കൊരു മോനുണ്ടാവും, 12 വയസ്സ് വരും. അത് ശരി, 12 വയസ്സുള്ള മോനുണ്ടോ? അപ്പൊ രണ്ടാമത്തെ ഇതുവരെ ആയില്ല. ചുമ്മാ ഇരിക്കല്ലേ, രണ്ടാമത്തെ കൂടെ ആക്കളിയാ. കുറെ നേരം നീയേ എന്റെ കൊച്ചിന്റെ നീ എങ്ങോട്ടാണ് തോന്നുന്നത്? നിന്റെ കാറെന്താ? എന്നിട്ടാണ് അവിടെ പന്നി നീ എനിക്ക് നിനക്ക് ഞാനാരാന്നറിയാമോ? എന്റെ പരിപാടി എന്താണെന്നറിയാമോ നിനക്ക്? ദൈവമേ, സുരേഷിന്റെ കൂമ്പ് കഴിഞ്ഞാ തോന്നുന്നു. പന്നി ഇവിടെ ആരും ഇങ്ങനെ ചെയ്യാത്തോണ്ട് മാത്രമാണ് ഈ പന്നിക്ക് ഈ വക ഊടെ ചോദ്യം ചോദിക്കുന്നത്. നീ മാറി ക്ഷമയുടെ നെല്ലിപ്പലകളാണ് നിൽക്കണേ. അതുകൊണ്ട് മാത്രം ഞാൻ ഈ പന്നി അടിക്കണം. നീ പോയല്ലോ നീ അങ്ങനെ പോയുള്ളൂ. അതെ നീ ഉണ്ടല്ലോ, നീ എന്താ പറഞ്ഞേ? നീ ഏത് വീട്ടിൽ ചെന്നാലും നിനക്ക് ആവശ്യത്തിന് കിട്ടും അല്ലേ? നിനക്ക് ഇവിടെ നല്ല തന്നൂറാ ഞാൻ കാണിച്ചേട്ടെ. ഇനി നീ ഏതെങ്കിലും വീട്ടിൽ പോയിട്ട് ഇതുപോലത്തെ ഊടച്ചോദ്യം ചോദിക്കണം. നിനക്കേ നിന്നെ ഞാൻ ഇല്ല നിങ്ങളെ ചെയ്യണ്ട. നിനക്ക് ഈ എന്താ പറയണ്ട? എന്തിനാ ചേട്ടൻ കരോട്ട പഠിച്ചിട്ടുണ്ടോ? കരാട്ടെ